ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചങ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നാട്ടിലിരുന്നുകൊണ്ട് UAE ജോബുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ UAE വന്ന് UAE ജോബുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എല്ലാവർക്കും തന്നെ ഒരുപോലെ യൂസ്ഫുൾ ആകാൻ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിട്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽമറായി ഡയറി കമ്പനിയിലോട്ടുള്ള ജോബ് വേക്കൻസികളാണ്. ഏകദേശം 33 കാറ്റഗറി പെടുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം ജോബ് വേക്കൻസികളും സൗദി അറേബ്യയിലോട്ടുള്ള ജോബ് വേക്കൻസികളാണ്. പക്ഷേ 13 കാറ്റഗറി പെടുന്ന ജോബ് വേക്കൻസികൾ UAEയിലോട്ടുള്ളതാണ്. അതായത് ദുബായും ഷാർജയിലുമായിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം JP ഗൾഫ് അൽമറായി എന്ന് സെർച്ച് ചെയ്യുക. JP ഗൾഫ് അൽമറായി എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേയധികം ലിങ്കുകൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് അൽമറായി ജോബ് വേക്കൻസി 2025 എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് അൽമറായി മാത്രമല്ല മറ്റ് പല കമ്പനികളുടെയും ജോബ് വേക്കൻസികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ജോബ് വേക്കൻസികൾ നമുക്കവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് അതിലേതെങ്കിലും ജോബുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തും നമുക്ക് ആ ജോലികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അൽമറായി ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റ് കയറി ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അൽമറായി ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് കമ്പനിയാണ്, കമ്പനി ലൊക്കേഷൻ എവിടെയാണ്, എന്തൊക്കെ ജോബ് വേക്കൻസികളാണുള്ളത്, ഏത് ഫീൽഡിലാണ് വേക്കൻസികളുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാം. ഇനി എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ തന്നെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ UAE ജോബ് നോക്കുന്നവരാണെങ്കിൽ അപ്ലൈ നൗ UAE ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ അൽമറായി സൗദി ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് UAE ജോബാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ നൗ അൽമറായി UAE ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പേജിൻ്റെ അകത്താണ് നമ്മുടെ ഏതൊക്കെ ജോബാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതും ആ ജോബ് എപ്പോഴാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ജോബ് സെലക്ട് ചെയ്ത് ആ ജോബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ജോബുകൾ കാണാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യം കാണുന്ന ജോബ് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് പർച്ചേസിങ് ടീം ലീഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കമ്പനി ഡീറ്റെയിൽസും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് ഡീറ്റെയിൽസും റോളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ടടിയിൽ തന്നെ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ CVയും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, വെയർഹൗസ് മേഖലയിലോട്ടുള്ള ജോലികളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ജോബുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഏതായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ജോബുകൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ ജോബുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം ക്വാളിഫിക്കേഷൻ +2 ആയതുകൊണ്ട് തന്നെ മിക്കവർക്കും തന്നെ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതായാലും UAEയിലോട്ടോ സൗദി അറേബ്യയിലോട്ടൊക്കെ ജോലി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ജോബുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് CVയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ UAE ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.